വേറ്റുവിൻ PSC ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരള PSC ഒപ്റ്റോമെട്രിസ്റ്റ് ഗ്രേഡ് 2 സിലബസ് വൈസ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സിലബസിലെ ഫിസിയോളജി ഓഫ് വിഷൻ എന്ന് പറയുന്ന പാർട്ടിൽ നിന്നും കളർ വിഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിലെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കളർ വിഷൻ ഈസ് എ ഫങ്ഷൻ ഓഫ് ഓപ്ഷൻസ് എ കോൺസ്, ബി റോഡ്സ്, സി ഗാംഗ്ലിയോൺ സെൽസ്, ഡി ബോത്ത് എ ആൻഡ് ബി. ഇതിൻ്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ എ കോൺസ്. കളർ വിഷൻ ഈസ് എ ഫങ്ഷൻ ഓഫ് കോൺസ് ആണ്. കളർ വിഷനായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂടെ നോക്കാം. കളർ സെൻസ് ഈസ് ദി എബിലിറ്റി ഓഫ് ദ ഐ ടു ഡിസ്ക്രിമിനേറ്റ് ബിറ്റ്വീൻ കളേഴ്സ് എക്സൈറ്റഡ് ബൈ ലൈറ്റ് ഓഫ് ഡിഫറെൻറ്റ് വേവ് ലെങ്ത്സ്. ലൈറ്റ് എക്സൈറ്റ് ചെയ്യുന്ന ഡിഫറെൻറ്റ് വേവ് ലെങ്ത്സ് ഓഫ് കളേഴ്സിനെ ഡിസ്ക്രിമിനേറ്റ് ചെയ്ത് നമ്മുടെ ഐക്ക് കാണാൻ കഴിയുന്ന ആ ഒരു എബിലിറ്റീനെയാണ് നമ്മൾ കളർ സെൻസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി കളർ വിഷൻ എന്ന് പറയുന്നത് എന്താണ്? കോൺസിൻ്റെ ഫംഗ്ഷനാണ് ആൻഡ് ദസ് ബെസ്റ്റ് അപ്രീഷിയേറ്റഡ് ഇൻ ഫോട്ടോപിക് വിഷൻ. കോൺസ് ഹെൽപ്പ് ചെയ്യുന്നത് ഫോട്ടോപിക് വിഷൻ ആണല്ലോ. അപ്പോൾ നമുക്ക് ഫോട്ടോപിക് വിഷൻ ഉള്ള സമയത്താണ് കളർ വിഷനും അത്രത്തോളം ക്ലിയർ ആയിട്ട് നമുക്ക് അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റുക. ഇനി മെയിനായിട്ട് 3 ടൈപ്സ് ഓഫ് കോൺസ് ആണുള്ളത്: റെഡ്, ഗ്രീൻ, ബ്ലൂ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. റെഡ്, ഗ്രീൻ, ബ്ലൂ, ഇതാണ് 3 ടൈപ്സ് ഓഫ് കോൺസ് ഉള്ളത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ ഡിം ലൈറ്റ് സ്കോട്ടോപിക് വിഷൻ ഓൾ കളേഴ്സ് ആർ സീൻ ഗ്രേ and this phenomenon is called options A Purkinje shift, B Daltonism, C Rode monochromatism, D none of these. ഇതിൻ്റെ ആൻസർ എന്താണ്? നമ്മൾ പറഞ്ഞിരുന്നു കളർ വിഷൻ ബെസ്റ്റ് അപ്രിഷ്യേറ്റ് ചെയ്യുന്നത് ഫോട്ടോപിക് വിഷൻ ഉള്ള ടൈമിലാണ്. അപ്പോൾ ഡിം ലൈറ്റിൽ, അതായത് ഡിം ലൈറ്റിൽ സ്കോട്ടോപിക് വിഷൻ്റെ ടൈമിൽ നമുക്ക് എല്ലാ കളേഴ്സും ഒരു ഗ്രേ ആയിട്ടാണ് കാണുക. ഈ ഒരു ഫിനോമിന പറയുന്നതാണ് പർക്കിൻജെ ഷിഫ്റ്റ്. ഓപ്ഷൻ എ പർക്കിൻജെ ഷിഫ്റ്റ് ആണ് ആൻസർ. Next question, trichromatic theory of color vision is proposed by options A Young-Helmholtz, B Hering, C Dalton, D none of these. ഇതിൻ്റെ ആൻസർ എന്താണ്? കളർ വിഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇമ്പോർട്ടൻറ്റ് തിയറിയാണ് ട്രൈക്രോമാറ്റിക് തിയറി. ഇത് പ്രപ്പോസ് ചെയ്തത് ഓപ്ഷൻ എ യങ്-ഹെൽമോൾട്സ് ആണ്. യങ്-ഹെൽമോൾട്സ്. ഇനി എന്താണ് ട്രൈക്രോമാറ്റിക് തിയറി പറയുന്നതെന്ന് നോക്കാം. ഇറ്റ് പോസ്റ്റുലേറ്റ്സ് ദി എക്സിസ്റ്റൻസ് ഓഫ് 3 kinds of cones, each containing a different photopigment and maximally sensitive to one of 3 primary colors, red, green and blue. അതായത് 3 ടൈപ്സ് ഓഫ് കോൺസ് ഉണ്ട്. ആ ഓരോ കോൺസിനും അതിൻ്റേതായിട്ടുള്ള ഫോട്ടോ പിഗ്മെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ ഇതിലേതാണോ ഏറ്റവും കൂടുതൽ സെൻസിറ്റീവ് ആവുന്നത് ആ ഒരു ടൈപ്പ് കളേഴ്സ് ആയിരിക്കും നമുക്ക് കൂടുതലായിട്ട് കാണാൻ പറ്റുക. ഇതിൽ റെഡ് സെൻസിറ്റീവ് പിഗ്മെൻറ്റ്സിനെ പറയുന്നതാണ് എറിത്രോ ലാബ് എന്ന് പറയും. ലോങ് വേവ് ലെങ്ത് സെൻസിറ്റീവ് ആയിരിക്കും. അതുപോലെ ഗ്രീൻ സെൻസിറ്റീവ് കോൺ പിഗ്മെൻറ്റിനെയാണ് നമ്മൾ ക്ലോറോ ലാബ് എന്ന് പറയുക. ഒരു മീഡിയം വേവ് ലെങ്ത് സെൻസിറ്റീവ് ആയിരിക്കും. ബ്ലൂ സെൻസിറ്റീവ് കോൺ പിഗ്മെൻറ്റിനെയാണ് നമ്മൾ സയനോ ലാബ് എന്ന് പറയുക. ഷോർട്ട് വേവ് ലെങ്ത് സെൻസിറ്റീവ് ആയിരിക്കും. ഈ കാര്യങ്ങളും കൂടെ ഓർത്തു വെക്കുക. ഇനി യങ്-ഹെൽമോൾട്സ് തിയറി കൺക്ലൂഡ്സ് ദാറ്റ് ബ്ലൂ, ഗ്രീൻ ആൻഡ് റെഡ് ആർ പ്രൈമറി കളേഴ്സ് but the cones with the maximal sensitivity in the yellow portion of the spectrum are light at a lower threshold than green. ഇനി ഈ കാര്യം കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. യങ്-ഹെൽമോൾട്സ് പറയുന്ന മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. ബ്ലൂ, ഗ്രീൻ ആൻഡ് റെഡ് ഇവരാണ് പ്രൈമറി കളേഴ്സ് എങ്കിലും കോൺസിൻ്റെ മാക്സിമം സെൻസിറ്റിവിറ്റി വരുന്നത് യെല്ലോ പോർഷനിലാണ്. ഈ യെല്ലോ എന്ന് പറയുന്നത് നമ്മുടെ വിബ്ജിയോറിലെ നമ്മുടെ ഗ്രീൻ കഴിഞ്ഞിട്ട് വരുന്നതാണ്. സോ ഗ്രീനേക്കാൾ ത്രഷോൾഡ് കുറഞ്ഞ യെല്ലോ പോർഷനിലാണ് കോൺസിൻ്റെ മാക്സിമം സെൻസിറ്റിവിറ്റി. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒപ്പോണൻറ്റ് കളർ തിയറി ഈസ് പ്രപ്പോസ്ഡ് ബൈ ഓപ്ഷൻസ് എ യങ്-ഹെൽമോൾട്സ്, ബി ഹെറിംഗ്, സി ഡാൾട്ടൺ, ഡി നൺ ഓഫ് ദീസ്. ഇതിൻ്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ ബി ഹെറിംഗ് ആണ് ഇതിൻ്റെ ആൻസർ. ഒപ്പോണൻറ്റ് കളർ തിയറി പ്രപ്പോസ് ചെയ്തത് ഹെറിംഗ് ആണ്. ഇനി ഒപ്പോണൻറ്റ് കളർ തിയറി എന്താ പറയുന്നതെന്നും കൂടെ നോക്കാം. The opponent color theory of Hering points out that some colors appear to be mutually exclusive. There is no such colors as reddish green and such phenomenon can be difficult to explain on the basis of trichromatic theory. അതായത് ട്രൈക്രോമാറ്റിക് തിയറിയുടെ ഒരു ലിമിറ്റേഷനാണ് ഇപ്പോൾ റെഡിഷ് ഗ്രീനൊക്കെ പോലെ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള കളേഴ്സിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഈ ട്രൈക്രോമാറ്റിക് തിയറി മാത്രം വെച്ചുകൊണ്ട് കഴിയില്ല. അപ്പോഴാണ് നമ്മുടെ ഒപ്പോണൻറ്റ് തിയറിയുടെ ഇമ്പോർട്ടൻസ് വരുന്നത്. കളർ ഒപ്പോണൻസി ഈസ് എക്സ്പ്ലെയിൻഡ് ബൈ സബ്സീക്വൻറ്റ് ന്യൂറൽ പ്രോസസ്സിംഗ് ആസ് ഡിസ്കസ്ഡ് ഇൻ ന്യൂറോ ഫിസിയോളജി ഓഫ് കളർ വിഷൻ.
അതായത് ട്രൈക്രോമാറ്റിക് തിയറി വെച്ച് നമുക്ക് ഒരു ഫോട്ടോ റിസെപ്റ്റേഴ്സ് ലെവൽ വരെയുള്ള കാര്യങ്ങളെ കളർ വിഷനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റൂ. അതിനപ്പുറത്തേക്കുള്ള കാര്യങ്ങൾ നമുക്ക് കളർ ഒപ്പോണൻസി, അത് ഒപ്പോണൻറ്റ് കളർ തിയറി വെച്ചിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയുക. ഈ കാര്യങ്ങളും കൂടെ നോട്ട് ചെയ്ത് വെക്കുക. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻഡിവിജ്വൽസ് വിത്ത് നോർമൽ കളർ വിഷൻ ആർ കോൾഡ്. ഓപ്ഷൻസ്: എ ട്രൈക്രോമാറ്റ്സ്, ബി ഡൈക്രോമാറ്റ്സ്, സി മോണോക്രോമാറ്റ്സ്, ഡി അക്രോമാറ്റോപ്സിയ. ഇത് കഴിഞ്ഞ DMEയുടെ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇതിൻ്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ എ ട്രൈക്രോമാറ്റ്സ് ആണ് ആൻസർ. ട്രൈ എന്ന് വെച്ചാൽ 3, അപ്പോൾ റെഡ്, ഗ്രീൻ, ബ്ലൂ ഈ 3 പിഗ്മെൻസിനെയും ഫോട്ടോ പിഗ്മെൻസിനെയും കാണാം എന്ന് ഓർക്കുക. അപ്പോൾ ട്രൈക്രോമാറ്റ്സ് എന്നുള്ളത് നോർമൽ കളർ വിഷൻ ഇൻഡിവിജ്വൽസിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആട്രിബ്യൂട്ട്സ് ഓഫ് കളേഴ്സ് ആർ. ഓപ്ഷൻസ്: എ ഹ്യൂ, ബി ബ്രൈറ്റ്നസ്, സി സാച്ചുറേഷൻ, ഡി ഓൾ ഓഫ് ദീസ്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദീസ് ആണ്. കളേഴ്സിന് മെയിനായിട്ട് 3 ആട്രിബ്യൂട്ട്സ് ആണ് പറയുന്നത്. അതിലിരുന്നാണ് ഹ്യൂ, ബ്രൈറ്റ്നസ്, സാച്ചുറേഷൻ ഒക്കെ. ഈ ഹ്യൂ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് കളറാണ്. ബ്രൈറ്റ്നസ് എന്ന് പറയുന്നത് ആ കളറിൻ്റെ ഇൻറ്റൻസിറ്റി. ഇനി സാച്ചുറേഷൻ എന്ന് പറയുന്നത് ആ കളറിൻ്റെ പ്യൂരിറ്റിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഹ്യൂ, ബ്രൈറ്റ്നസ്, സാച്ചുറേഷൻ 3 ആട്രിബ്യൂട്ട്സ് ഓഫ് കളേഴ്സ്. ഇതും കൂടെ നോട്ട് ചെയ്ത് വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റെഡ് സെൻസിറ്റീവ് കോൺ പിഗ്മെൻറ്റ് ഈസ്. ഓപ്ഷൻസ്: എ എറിത്രോലാബ്, ബി ക്ലോറോലാബ്, സി സയനോലാബ്, ഡി എറിത്രോസൈറ്റ്സ്. ഇതിൻ്റെ ആൻസർ എന്താണ്? റെഡ് സെൻസിറ്റീവ് കോൺ പിഗ്മെൻ്റ് ആണ്. ഓപ്ഷൻ എ എറിത്രോലാബ്. വിബ്ജിയോറിൽ ഏറ്റവും വേവ് ലെങ്ത് കൂടിയിട്ടുള്ളത് റെഡിനാണെന്ന് അറിയായിരിക്കും. ഫ്രീക്വൻസി കുറവും വേവ് ലെങ്ത് കൂടുതലും ഉള്ളത് റെഡിനാണ്. അപ്പോൾ റെഡ് സെൻസിറ്റീവ് കോൺ പിഗ്മെൻ്റ് അല്ലെങ്കിൽ എറിത്രോലാബിന് ലോങ് വേവ് ലെങ്ത് സെൻസിറ്റീവ് എന്നും പറയും. ഇനി ക്ലോറോലാബ് എന്ന് വെച്ചാൽ ഗ്രീൻ സെൻസിറ്റീവ് കോൺ പിഗ്മെൻ്റ് ആണ്. അതൊരു മീഡിയം വേവ് ലെങ്ത്, ഗ്രീൻ വരുന്നത് ഒരു മീഡിയം വേവ് ലെങ്ത്തിലായതുകൊണ്ട് തന്നെ മീഡിയം വേവ് ലെങ്ത് സെൻസിറ്റീവ് പിഗ്മെൻ്റ് എന്ന് പറയും. പിന്നെ സയനോലാബ് എന്ന് പറയുന്നത് ബ്ലൂ സെൻസിറ്റീവ് കോൺ പിഗ്മെൻ്റ് ആണ്. അപ്പോൾ ബ്ലൂ എന്ന് പറയുമ്പോൾ വേവ് ലെങ്ത് കുറഞ്ഞതാണ്, ഷോർട്ട് വേവ് ലെങ്ത് ആണ്. അതുകൊണ്ട് തന്നെ ഷോർട്ട് വേവ് ലെങ്ത് സെൻസിറ്റീവ് കോൺ പിഗ്മെൻ്റ് എന്നും കൂടെ പറയും. കാര്യങ്ങളും കൂടെ നോട്ട് ചെയ്ത് വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹ്യൂമൺ ഐസ് പെർസീവ് കളർ വിത്ത് വേവ് ലെങ്ത് ഓഫ് ലൈറ്റ് റേഞ്ചിങ് ഫ്രം. ഓപ്ഷൻസ്: എ 300 to 600 നാനോമീറ്റർ, ബി 400 to 700 നാനോമീറ്റർ, സി 500 to 800 നാനോമീറ്റർ, ഡി 600 to 800 നാനോമീറ്റർ. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. 400 to 700 നാനോമീറ്റർ ആണ് വിസിബിൾ ലൈറ്റിൻ്റെ വേവ് ലെങ്ത്തിൻ്റെ റേഞ്ച് പറയുന്നത്. വിസിബിൾ ലൈറ്റിൽ നമ്മൾ പറയുന്ന മെയിൻ കളേഴ്സാണ് വിബ്ജിയോർ എന്നുള്ളതൊക്കെ അറിയായിരിക്കും. വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ്. ഇതിൽ റെഡിന് വേവ് ലെങ്ത്ത് കൂടിയതുകൊണ്ട് തന്നെ ഒരു 700 റേഞ്ചിൽ വരുന്നത് റെഡിൻ്റെ വേവ് ലെങ്ത് ആണ്. 400 റേഞ്ചിൽ നമ്മുടെ വയലറ്റിൻ്റെ വേവ് ലെങ്ത്ത് വരും. ഒരു 500 റേഞ്ചിലൊക്കെ ഗ്രീനിൻ്റെ വേവ് ലെങ്ത്ത് വരും. ഈ ഒരു റേഞ്ച് ഒന്ന് ജസ്റ്റ് ഓർത്ത് വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കളർ ബ്ലൈൻഡ്നെസ് ഈസ് ഓൾസോ കോൾഡ്. ഓപ്ഷൻസ്: എ ട്രൈക്രോമാറ്റിസം, ബി ഡൈക്രോമാറ്റിസം, സി ഡാൾട്ടണിസം, ഡി നൺ ഓഫ് ദീസ്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ഡാൾട്ടണിസം ആണ്. ജോൺ ഡാൾട്ടൺ ആണ് ആദ്യമായിട്ട് കളർ ബ്ലൈൻഡ്നെസ് അദ്ദേഹത്തിൻ്റെ തന്നെ കളർ ബ്ലൈൻഡ്നെസ് റിപ്പോർട്ട് ചെയ്യുന്നത്. അങ്ങനെയാണ് കളർ ബ്ലൈൻഡ്നെസ്സിന് ഈ ഡാൾട്ടണിസം എന്ന് പറയുന്ന ടേം വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെലക്ട് ദി ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് എബൌട്ട് കൺജനൈറ്റൽ കളർ ബ്ലൈൻഡ്നെസ്. ഓപ്ഷൻസ്: എ എക്സ് ലിങ്ക്ഡ് റെസസീവ് ഇൻഹെറിറ്റഡ് കണ്ടീഷൻ, ബി അഫക്റ്റിംഗ് മെയിൽസ് മോർ ദാൻ ഫീമെയിൽസ്, സി റെഡ് ഗ്രീൻ കളർ ബ്ലൈൻഡ്നെസ് ഈസ് മോസ്റ്റ് കോമൺ, ഡി അഫക്റ്റിംഗ് ഫീമെയിൽസ് മോർ ദാൻ മെയിൽസ്. ഇതിൻ്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി ആണ് ഇതിൻ്റെ ആൻസർ. അഫക്റ്റിംഗ് ഫീമെയിൽസ് മോർ ദാൻ മെയിൽസ് എന്ന് പറയുന്നത് തെറ്റായ സ്റ്റേറ്റ്മെൻ്റ് ആണ്. കൺജനൈറ്റൽ കളർ ബ്ലൈൻഡ്നെസ് എന്ന് പറയുന്നത് എക്സ് ലിങ്ക്ഡ് റെസസീവ് ഇൻഹെറിറ്റഡ് കണ്ടീഷൻ തന്നെയാണ്. അത് മെയിൽസിനെയാണ് കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നത് ഫീമെയിൽസിനേക്കാൾ. കൺജനൈറ്റൽ കളർ ബ്ലൈൻഡ്നെസ് ഉള്ളവരിൽ റെഡ് ഗ്രീൻ കളർ ബ്ലൈൻഡ്നെസ് ആണ് കൂടുതലായിട്ട് കാണുന്നത്. ബ്ലൂ യെല്ലോ കളർ ബ്ലൈൻഡ്നെസ് കുറച്ചുകൂടെ റയർ ആയിട്ടേ കാണുള്ളൂ. റെഡ് ഗ്രീൻ കളർ ബ്ലൈൻഡ്നെസ് ആണ് കൂടുതലായിട്ട് കാണുന്നത്. ഈ ഫസ്റ്റ് പറഞ്ഞ 3 സ്റ്റേറ്റ്മെൻറ്റ്സും കറക്റ്റാണ്. 4th സ്റ്റേറ്റ്മെൻറ്റ്സ് മാത്രമാണ് ഇൻകറക്റ്റ് ആയിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്രോട്ടോനോമലസ് റെഫേഴ്സ് ടു. ഓപ്ഷൻസ്: എ ഡിഫക്റ്റീവ് റെഡ് കളർ അപ്രിസിയേഷൻ, ബി കംപ്ലീറ്റ് റെഡ് കളർ ഡിഫക്റ്റ്, സി കംപ്ലീറ്റ് ഗ്രീൻ കളർ ഡിഫക്റ്റ്, ഡി ഡിഫക്റ്റീവ് ഗ്രീൻ കളർ അപ്രിസിയേഷൻ. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ഡിഫക്റ്റീവ് റെഡ് കളർ അപ്രിസിയേഷൻ ആണ്. ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാവരും നോട്ട് ചെയ്ത് വെക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ആൻ ഇൻഡിവിജ്വൽ വിത്ത് എ നോർമൽ കളർ വിഷൻ ഈസ് നോൺ ആസ് ട്രൈക്രോമാറ്റ്. പിന്നെ ഈ കളർ ബ്ലൈൻഡ്നെസ് എന്ന് പറയുമ്പോൾ എന്താണ് വരുന്നത് അതിൽ? ഇൻ കളർ ബ്ലൈൻഡ്നെസ്
faculty to appreciate one or more primary colors is either defective or absent. അതായത് നമ്മുടെ കളേഴ്സിനെ അപ്രിഷ്യേറ്റ് ചെയ്യാനുള്ള ഫാക്കൾട്ടി അല്ലെങ്കിൽ ആ മെക്കാനിസം എന്ന് പറയുന്നത് ഒന്നുകിൽ ഡിഫക്റ്റീവ് ആകുക അല്ലെങ്കിൽ ആബ്സെൻ്റ് ആവുക. ഈ ഡിഫക്റ്റീവ് ആവുന്നത് കേസുകളെയാണ് നമ്മൾ അനോമലസ് എന്ന് പറയുക. ഇനി ആ മെക്കാനിസം കംപ്ലീറ്റ് ആയിട്ട് ആബ്സെൻ്റ് ആണെങ്കിൽ അതിനെ പറയുന്ന ടേമാണ് അനോപ്പിയ. ഇറ്റ് മേ ബി കൺജനൈറ്റൽ ഓർ അക്വേർഡ് കണ്ടീഷൻസ് വഴിയും വരാം, കൺജനൈറ്റൽ ആയിട്ടും വരാം. നമുക്കിവിടെ കുറച്ചുകൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് കൺജനൈറ്റൽ കളർ ബ്ലൈൻഡ്നെസ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു അത് എക്സ് ലിങ്ക്ഡ് റെസസീവ് ഇൻഹെറിറ്റഡ് കണ്ടീഷനാണ്, മെയിൽസിനെയാണ് ഫീമെയിൽസിനേക്കാൾ കൂടുതൽ അഫക്റ്റ് ചെയ്യുന്നത്. ഇനി ഈ കൺജനൈറ്റൽ കളർ ബ്ലൈൻഡ്നെസ് എന്ന് പറയുന്നത് രണ്ട് രീതിയിൽ വരാം. അതിന് ഡിസ്ക്രോമാറ്റോപ്സിയയും അക്രോമാറ്റോപ്സിയയും. അക്രോമാറ്റോപ്സിയ. ഇനി ഫസ്റ്റ് ഡിസ്ക്രോമാറ്റോപ്സിയ എന്താണെന്ന് നോക്കാം. കളർ കൺഫ്യൂഷൻ ഡ്യൂ ടു ഡെഫിഷ്യൻസി ഓഫ് മെക്കാനിസം ടു പെർസീവ് കളേഴ്സ്. കളേഴ്സിനെ പെർസീവ് ചെയ്യാനുള്ള മെക്കാനിസത്തിൻ്റെ ഡെഫിഷ്യൻസി കാരണം ഉണ്ടാകുന്ന കളർ കൺഫ്യൂഷനെയാണ് നമ്മൾ ഡിസ്ക്രോമാറ്റോപ്സിയ എന്ന് പറയാം. ഇറ്റ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു അനോമലസ് ട്രൈക്രോമാറ്റിസം ആൻഡ് ഡൈക്രോമാറ്റിസം. ഇനി അനോമലസ് ട്രൈക്രോമാറ്റിക് കളർ വിഷൻ ഇതെന്താണെന്ന് നോക്കാം. ഇതിൽ പറയുന്ന ഓരോ ടേംസും ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ ആ ഡെഫിനിഷൻസും കറക്റ്റായിട്ട് ഓർത്ത് വെക്കുക, കൺഫ്യൂഷൻ ആവരുത്. അനോമലസ് ട്രൈക്രോമാറ്റിക് കളർ വിഷൻ എന്ന് പറയുന്നത് ദ മെക്കാനിസം ടു അപ്രിഷ്യേറ്റ് ഓൾ ദ 3 പ്രൈമറി കളേഴ്സ് ഈസ് പ്രസൻറ്റ് ബട്ട് ഈസ് ഡിഫക്റ്റീവ് ഫോർ 1 or 2 ഓഫ് ദം. അനോമലസ് ട്രൈക്രോമാറ്റിക് എന്നല്ലേ. ട്രൈക്രോമാറ്റിക് എന്ന് പറയുമ്പോൾ അതിന് മൂന്ന് പ്രൈമറി കളേഴ്സിനെയും അപ്രിഷ്യേറ്റ് ചെയ്യാനുള്ള മെക്കാനിസം അവിടെ ഉണ്ടാവും, പക്ഷെ അത് അനോമലസ് ആണ്, അതായത് ഡിഫക്റ്റീവ് ആണ്. ഇനി നമുക്ക് 3 ടൈപ്സ് ഓഫ് കോൺ പിഗ്മെൻറ്റ്സ് ആണ് ഉള്ളതെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് 3 ടൈപ്സ് ഇതിൻ്റെ ഡിഫക്റ്റീവ് വരാം. അതായത് പ്രോട്ടനോമലസ്, ഡ്യൂട്ടറനോമലസ്, ട്രൈറ്റനോമലസ്. അതിൽ പ്രോട്ടനോമലസ് എന്ന് പറയുന്നത് ഡിഫക്റ്റീവ് റെഡ് കളർ അപ്രിസിയേഷൻ, ഡ്യൂട്ടറനോമലസ് എന്ന് പറയുന്നത് ഡിഫക്റ്റീവ് ഗ്രീൻ കളർ അപ്രിസിയേഷൻ, ട്രൈറ്റനോമലസ് എന്ന് പറയുന്നത് ഡിഫക്റ്റീവ് ബ്ലൂ കളർ അപ്രിസിയേഷൻ. ഇതിൽ പ്രോട്ടനോമലസ് ആണ് ഇപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചത്, അതായത് ഡിഫക്റ്റീവ് റെഡ് കളർ അപ്രിസിയേഷൻ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൺ ഓഫ് ദ 3 പ്രൈമറി കളേഴ്സ് ഈസ് കംപ്ലീറ്റ്ലി ആബ്സെൻറ്റ്, സച്ച് ഇൻഡിവിജ്വൽസ് ആർ കോൾഡ്. ഓപ്ഷൻസ്: എ ട്രൈക്രോമാറ്റ്, ബി ഡൈക്രോമാറ്റ്, സി മോണോക്രോമാറ്റ്, ഡി നൺ ഓഫ് ദീസ്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ഡൈക്രോമാറ്റ് ആണ്. നമ്മൾ കൺജനൈറ്റൽ കളർ ബ്ലൈൻഡ്നെസ് 2 തരത്തിലുണ്ടെന്ന് പറഞ്ഞിരുന്നു, ഡിസ്ക്രോമാറ്റോപ്സിയയും അക്രോമാറ്റോപ്സിയയും. അതിൽ ഡിസ്ക്രോമാറ്റോപ്സിയയിൽ വരുന്നതായിരുന്നു അനോമലസ് ട്രൈക്രോമാറ്റിക് കളർ ബ്ലൈൻഡ്നെസ് ആൻഡ് ഡൈക്രോമാറ്റിസം. ഇതിൽ അനോമലസ് ട്രൈക്രോമാറ്റിക് കളർ ബ്ലൈൻഡ്നെസ്സിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇനി ഡൈക്രോമാറ്റിസം എന്താണ്? വൺ ഓഫ് ദ 3 പ്രൈമറി കളർ ഈസ് കംപ്ലീറ്റ്ലി ആബ്സെൻറ്റ്, സച്ച് ഇൻഡിവിജ്വൽസ് ആർ കോൾഡ് ഡൈക്രോമാറ്റ്. അതായത് 3 പ്രൈമറി കളേഴ്സിൽ ഒന്നെന്തായിരിക്കും? കംപ്ലീറ്റ് ആയിട്ട് ആബ്സെൻ്റ് ആയിരിക്കും. മറ്റേതിൽ ഡിഫക്റ്റീവ് ആവുന്നേ ഉള്ളൂ. അനോമലസിൽ 3 എണ്ണം പ്രസൻ്റ് ആയിരിക്കും, പക്ഷേ അത് ഡിഫക്റ്റീവ് ആയിരിക്കും ഒന്നോ അതിൽ കൂടുതൽ എണ്ണത്തിനോ. എന്നാൽ ഡൈക്രോമാറ്റിസത്തിൽ ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് ആബ്സെൻ്റ് ആയിരിക്കും എന്നാണ് പറയുന്നത്. ഇതിൽ വരുന്നതാണ് പ്രോട്ടനോപ്പിയ, ഡ്യൂട്ടറനോപ്പിയ, ട്രൈറ്റനോപ്പിയ. നമ്മൾ പറഞ്ഞിരുന്നു അനോപ്പിയ എന്നുള്ള ടേം ആബ്സെൻ്റ് ആവുന്നതിനെയാണ്, ആ ഒരു മെക്കാനിസം തന്നെ കംപ്ലീറ്റ് ആയിട്ട് ആബ്സെൻ്റ് ആവുന്നതിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ പ്രോട്ടനോപ്പിയ എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ് റെഡ് കളർ ഡിഫക്റ്റ്, ഡ്യൂട്ടറനോപ്പിയ എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ് ഗ്രീൻ കളർ ഡിഫക്റ്റ്, ട്രൈറ്റനോപ്പിയ എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ് ബ്ലൂ കളർ ഡിഫക്റ്റ്. ഓർത്ത് വെക്കുക. ഇനി സെലക്ട് ദി കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് അബൌട്ട് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് റോഡ് മോണോക്രോമാറ്റിസം. ഓപ്ഷൻസ്: എ ടോട്ടൽ കളർ ബ്ലൈൻഡ്നെസ്, ബി പുവർ വിഷ്വൽ അക്യൂട്ടി, സി നിസ്റ്റാഗ്മസ്, ഡി ഓൾ ഓഫ് ദി എബോ. ഇതിൻ്റെ ആൻസർ ഓൾ ഓഫ് ദി എബോ ആണ്. ടോട്ടൽ കളർ ബ്ലൈൻഡ്നെസ്സും പുവർ വിഷ്വൽ അക്യൂട്ടിയും നിസ്റ്റാഗ്മസും എല്ലാം റോഡ് മോണോക്രോമാറ്റിസത്തിൽ വരുന്നതാണ്. നമ്മൾ കൺജനൈറ്റൽ കളർ ബ്ലൈൻഡ്നെസ് ഡിസ്ക്രോമാറ്റോപ്സിയയും അക്രോമാറ്റോപ്സിയും ഉണ്ടെന്ന് പറഞ്ഞു. അതിൽ ഡിസ്ക്രോമാറ്റോപ്സിയിൽ വരുന്ന ടേംസ് ആയിട്ടുള്ള അനോമലസ് ട്രൈക്രോമാറ്റിക് കളർ ബ്ലൈൻഡ്നെസ്, അതുപോലെ ഡൈക്രോമാറ്റിസം, ഇതൊക്കെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ അക്രോമാറ്റോപ്സിയാണ് പറയുന്നത്. ഈ അക്രോമാറ്റോപ്സി എന്ന് പറയുമ്പോൾ ഇത് എക്സ്ട്രീംലി റെയർ കണ്ടീഷനാണ്. ഇതിൽ വരുന്ന 2 കണ്ടീഷനാണ് കോൺ മോണോക്രോമാറ്റിസവും റോഡ് മോണോക്രോമാറ്റിസവും. ഇനി എന്താണ് കോൺ മോണോക്രോമാറ്റിസം? presence of only one color and thus the person is truly color blind. Visual acuity of 6/12 or better. അതായത് ഏതെങ്കിലും ഒരു കളറിന് മാത്രമേ പ്രസൻസ് പെർസീവ് ചെയ്യാൻ പറ്റുള്ളൂ. മോണോക്രോമാറ്റിസം എന്ന് വെച്ചാൽ മോണോ എന്ന് വെച്ചാൽ 1,
അപ്പോൾ കോൺ മോണോക്രോമാറ്റിസ് എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു ഫോട്ടോ പിഗ്മെൻറ്റ് സെൻസിറ്റീവ് ആയിട്ട് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ ആ പേഴ്സണെ ട്രൂലി കളർ ബ്ലൈൻഡ് ആയിട്ട് തന്നെയാണ് കണക്കാക്കുക. എന്നാൽ ഈ കേസുകൾ വിഷനെ അങ്ങനെ ബാധിക്കാറില്ല. വിഷ്വൽ അക്യൂട്ടി 6/12 അല്ലെങ്കിൽ അതിനേക്കാൾ ബെറ്റർ ആയിട്ട് ഉണ്ടാവും. ഇനി റോഡ് മോണോക്രോമാറ്റിസ് എന്താണെന്ന് നോക്കാം. ഇറ്റ് മേ ബി കംപ്ലീറ്റ് ഓർ ഇൻകംപ്ലീറ്റ് ആൻഡ് ഇൻഹെറിറ്റഡ് ആസ് ആൻ ഓട്ടോസോമൽ റെസസീവ് ട്രൈറ്റ് ആൻഡ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ. നമ്മൾ കൺജനറ്റൽ കളർ ബ്ലൈൻഡ്നെസ് പൊതുവേ എക്സ് ലിങ്ക്ഡ് റെസസീവ് ഡിസോർഡേഴ്സ് ആയിട്ടാണ് പറയുക. അതിൽ മെയിനായിട്ട് അനോമലസ് ട്രൈക്കോമാറ്റിക് കളർ ബ്ലൈൻഡ്നെസ്സും അതുപോലെ ഡൈക്രോമാറ്റിസം ഒക്കെയാണ് ആ കാറ്റഗറിയിൽ വരുന്നത്. ഈ റോഡ് മോണോക്രോമാറ്റിസം ഓട്ടോസോമൽ റെസസീവ് ട്രൈറ്റ് ആയിട്ടാണ് പറയുന്നത്, സെക്സ് റിലേറ്റഡ് ആയിട്ട് പറയുന്നില്ല. ഇനി ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ടോട്ടൽ കളർ ബ്ലൈൻഡ്നെസ്, പുവർ വിഷ്വൽ അക്യൂട്ടി, സീ എവറിത്തിങ് ആസ് വൈറ്റ്, ബ്ലാക്ക് ഓർ സം ഷെയ്ഡ് ഓഫ് ഗ്രേ, നിസ്റ്റാഗ്മസ്, നോർമൽ ഫണ്ടസ്. ഫണ്ടസ് നോർമൽ ആയിരിക്കും. കളർ ബ്ലൈൻഡ്നെസ് ടോട്ടലായിട്ട് കളർ ബ്ലൈൻഡ്നെസ് ഉണ്ടാവും. പുവർ വിഷ്വൽ അക്യൂട്ടി ആയിരിക്കും. നമ്മൾ കോൺ മോണോക്രോമാറ്റിസത്തിലേക്ക് വരുമ്പോൾ വിഷ്വൽ അക്യൂട്ടി നോർമൽ ആയിരുന്നു. എന്നാൽ റോഡ് മോണോക്രോമാറ്റിസത്തിലേക്ക് വരുമ്പോൾ പുവർ വിഷ്വൽ അക്യൂട്ടിയാണ് പറയുന്നത്. പിന്നെ സീ എവറിത്തിങ് ആസ് വൈറ്റ്, ബ്ലാക്ക് ഓർ സം ഷെയ്ഡ് ഓഫ് ഗ്രേ. അതുപോലെ നിസ്റ്റാഗ്മസ് ഉണ്ടായിരിക്കും. ഫണ്ടസ് നോർമൽ ആയിരിക്കും. കാര്യങ്ങൾ ശ്രദ്ധിച്ച് വെക്കുക. ഇനി നെക്സ്റ്റ്, റെഡ് ഗ്രീൻ ഡിഫക്ട്സ് ആർ സീൻ മോസ്റ്റ്ലി ഇൻ ഓപ്ഷൻസ്: എ ഒപ്റ്റിക് ന്യൂറൈറ്റിസ്, ബി പാപ്പിലൈറ്റിസ്, സി ഒപ്റ്റിക് അട്രോഫി, ഡി ഓൾ ഓഫ് ദീസ്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദീസ് ആണ്. റെഡ് ഗ്രീൻ ഡിഫക്ട്സ് ഇതിലെ മൂന്നിലും, ഒപ്റ്റിക് ന്യൂറൈറ്റിസിലും പാപ്പിലൈറ്റിസിലും ഒപ്റ്റിക് അട്രോഫിയിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. നമ്മൾ കൺജനൈറ്റഡ് കളർ ബ്ലൈൻഡ്നെസ് അതിൻ്റെ കോസസും പറഞ്ഞിരുന്നു. ഇനി അക്വേർഡ് കളർ ഡെഫിഷ്യൻസീസിൽ തന്നെ റെഡ് ഗ്രീൻ ഡെഫിഷ്യൻസി ആയിട്ടും ബ്ലൂ യെല്ലോ ഡെഫിഷ്യൻസി ആയിട്ടും കളർ ഡിഫക്ട്സ് വരാം. അതിൽ ഇൻഹെറിറ്റഡ് കണ്ടീഷൻസിൽ ബ്ലൂ യെല്ലോ ഡെഫിഷ്യൻസി ഒക്കെ വരാൻ ചാൻസ് കുറവാണ്. അപ്പോൾ കൂടുതലായിട്ടും നമുക്ക് ബ്ലൂ യെല്ലോ ഡിഫക്ട്സ്, അതായത് അതാണ് ഉദ്ദേശിക്കുന്നത് ട്രൈറ്റ് ആൻഡ് കളർ ഡിഫക്ട്സ് ഒക്കെ യൂഷ്വലി അക്വേർഡ് ആയിട്ടാണ് കിട്ടുന്നത്. ഇനി അക്രോമാറ്റോപ്സിയ എന്ന് പറയുന്നത് അക്വേർഡും ആവാം കൺജനൈറ്റലും ആവാം. അതിൽ അക്രോമാറ്റോപ്സിയയിൽ മാക്യുല മോസ്റ്റ് കേസസിലും ഇൻവോൾവ് ആയിരിക്കും. അതുകൊണ്ടാണ് വിഷ്വൽ അക്യൂട്ടിയിലും റിഡക്ഷൻ ഉണ്ടാവുന്നത്. അക്വയർഡ് ആയിട്ട് വരുന്ന റെഡ് ഗ്രീൻ ഡിഫക്ട്സിൽ വരുന്നതാണ് ഒപ്റ്റിക് ന്യൂറൈറ്റിസ്, പാപ്പിലൈറ്റിസ്, ഒപ്റ്റിക് അട്രോഫി, ടോക്സിക് ആംബ്ലിയോപ്പിയ, ലീഷൻസ് ഓഫ് ദി ഒപ്റ്റിക് നെർവ് ആൻഡ് പാത്വേ, ഡൊമിനൻറ്റ് സിസ്റ്റോയിഡ് മാക്കുലാർ ഡിസ്ട്രോഫി, ഹെറിഡിറ്ററി ജുവനൈൽ മാക്കുലാർ ഡീജനറേഷൻ. ഇതിലുള്ള ഒപ്റ്റിക് ന്യൂറൈറ്റിസും പാപ്പിലൈറ്റിസും ഒപ്റ്റിക് അട്രോഫിയാണ് നമ്മളുടെ നേരത്തെ ക്വസ്റ്റ്യനിൽ ചോദിച്ചത്. അപ്പോൾ ഈ കേസസുകളിലൊക്കെ ഇതൊക്കെ അക്വേർഡ് ആയിട്ട് വരുന്ന കേസസുകളാണ്. ഇതിലൊക്കെ റെഡ് ഗ്രീൻ ഡിഫക്ട്സ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഇനി അക്വേർഡ് ബ്ലൂ യെല്ലോ ഡിഫക്ട്സ് ഉണ്ടാവുന്ന കേസസുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഗ്ലോക്കോമ, ഡയബറ്റ്സ്, റെറ്റിനൽ ഡിറ്റാച്ച്മെൻറ്റ്, ഏജ് റിലേറ്റഡ് മാക്യുലോപ്പതി, കോറിയോറെറ്റിനൈറ്റിസ്, സെൻട്രൽ സെറസ് റെറ്റിനോപ്പതി, പാപ്പിലെഡിമ, ഹെറിഡിറ്ററി ഓട്ടോസോമൽ ഡോമിനൻറ്റ് ഒപ്റ്റിക് അട്രോഫി. ഇതിലൊക്കെ ബ്ലൂ യെല്ലോ ഡിഫക്ട്സ് ഉണ്ടാവണമെന്ന് നിർബന്ധമൊന്നുമില്ല, പക്ഷേ ഈ കേസുകളിലൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഗ്ലോക്കോമ, ഡയബറ്റ്സ്, റെറ്റിനൽ ഡിറ്റാച്ച്മെൻറ്റ്, ഏജ് റിലേറ്റഡ് മാക്യുലോപ്പതി, കോറിയോറെറ്റിനൈറ്റിസ്, സെൻട്രൽ സെറസ് റെറ്റിനോപ്പതി, പാപ്പിലെഡിമ, ഹെറിഡിറ്ററി ഓട്ടോസോമൽ ഡോമിനൻറ്റ് ഒപ്റ്റിക് അട്രോഫി. അപ്പോൾ എല്ലാം ഒന്ന് ഓർത്ത് വെക്കുക. ഇത് ജസ്റ്റ് ഒരു നോർമൽ വിഷനുള്ള ആളും കളർ ബ്ലൈൻഡ് ആയിട്ടുള്ള, അത് ഓരോരോ അപ്പോൾ ഡ്യൂട്രനോമലി, പ്രോട്ടനോമലി. ഡ്യൂട്രനോമലി എന്ന് പറയുമ്പോൾ ഗ്രീൻ ഡിഫക്റ്റ് വരും, അപ്പോൾ ഗ്രീൻ്റെ ഷെയ്ഡ് കുറച്ച് കുറയും. പ്രോട്ടനോമലി എന്ന് പറയുമ്പോൾ റെഡ് ഡിഫക്റ്റീവ് ആയിരിക്കും, അപ്പോൾ റെഡിൻ്റെ ഷെയ്ഡ് കുറച്ച് കുറയും. അങ്ങനെ ഓരോരോ കേസുകളുമാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇട്ടെന്നേ ഉള്ളൂ. അക്രോമാറ്റോപ്സിയുടെ കേസ് കണ്ടില്ലേ, ഫുൾ ഒരു ഗ്രേ കളറിൽ ഒരു ഷെയ്ഡായിട്ടായിരിക്കും കാണുന്നുണ്ടാവുക അക്രോമാറ്റോപ്സി ഉള്ള ആൾക്ക്. ഇനി ഇന്നത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ DHS എക്സാമിന് 2019 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ തന്നെയാണ്. വേവ് ലെങ്ത് ഓഫ് വിസിബിൾ ലൈറ്റ്. ഓപ്ഷൻസ്: A 397 to 723 നാനോമീറ്റർ, B 350 to 750 നാനോമീറ്റർ, C 293 to 710 നാനോമീറ്റർ, D 305 to 795 നാനോമീറ്റർ. ഇതിൻ്റെ ആൻസർ എന്താ വരിക? അതായത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഒരു 400 to 700 ആണ് വേവ് ലെങ്ത് വിസിബിൾ ലൈറ്റിൻ്റെ റേഞ്ച് വരുന്നത്. അപ്പോൾ ഇവിടെ അതിനോട് യോജിക്കുന്നത് 397 to 723. ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരിക.
അപ്പോൾ ഇന്ന് നമ്മൾ 15 ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ ഡിസ്കസ് ചെയ്തത്. ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ടോപ്പിക്കുകളും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുമ്പത്തെ ക്ലാസ്സുകൾ കാണാത്തവരുണ്ടെങ്കിൽ അതും കൂടെ കാണുക. കറക്റ്റ് എന്ത് ചെയ്യുക, ഫോളോ ചെയ്ത് വരിക. അപ്പോൾ നമ്മൾ ആഴ്ചയിൽ 2 ക്ലാസ്സുകൾ ഇടാൻ വേണ്ടി നോക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളും അതിൻ്റെ കൂടെ തന്നെ ഒപ്പം വരണം. എക്സാമിൻ്റെ കൺഫർമേഷനൊക്കെ വന്നു കഴിഞ്ഞിട്ട് പഠിക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നവരുണ്ടാവും. പക്ഷേ കൺഫർമേഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു 3 മാസമൊക്കെ ടൈം ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിന് വേണ്ടി നിൽക്കരുത്. ഇപ്പോഴേ പഠിച്ചു തുടങ്ങുക, കൂടെ പോവുക, അല്ലെങ്കിൽ ലാസ്റ്റിലേക്ക് ഓവർലോഡ് വരും. ഇവിടെ നമ്മൾ എക്സാം ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ എന്തായാലും ടെക്സ്റ്റ് എന്തായാലും വായിക്കണം, മസ്റ്റായിട്ട് വായിക്കണം. ഇനി ടെക്സ്റ്റ് ഇല്ലാത്തവരാണെങ്കിൽ ഗൂഗിളിലൊക്കെ വേറെ മെറ്റീരിയൽസ് ഉണ്ടാവും, അതൊക്കെ നോക്കിയിട്ട് എന്ത് ചെയ്യുക, നിങ്ങളായിട്ടൊരു റെഫറൻസ് കൂടെ നടത്തണം. അപ്പോൾ എല്ലാവരും കണ്ടിന്യൂസ് ആയിട്ട് ക്ലാസ്സുകളൊക്കെ കാണുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.